സൃഷ്ടിയുടെ ആദി ശബ്ദം എന്ന് പറയുന്ന ഓങ്കാരമാണ്. പ്രകാശത്തിന്റെ ലോകത്ത്, അത് ബ്രഹ്മലോകത്ത് സത്യലോകത്ത് വരെ എത്തണമെങ്കിൽ സത്യമായിരിക്കുന്ന മനസ്സായിരിക്കും. ദൈവത്തെ നമ്മൾ അറിയണം, ദൈവം യൂണിവേഴ്സ് നമ്മളെ ടച്ച് ചെയ്യണം. ഭാഗവതം അതിന് അങ്ങേപ്പുറമുള്ള സീക്രട്ട് ഓഫ് വേൾഡ് ആണത്, സീക്രട്ടാണിത്. ഇതൊരു ശാസ്ത്രജ്ഞ, ശുഖശാസ്ത്രം എന്ന് ആദ്യമേ പറയുന്നുണ്ട്. ശുഖമഹർഷി പറഞ്ഞ ശാസ്ത്രമാണിത്. മരണഭയത്തെ എങ്ങനെ അതിജീവിക്കാം. ഹിന്ദുമതം ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെയാ. വെളുപ്പാങ്കാലത്ത് എനിക്കിങ്ങനെ മിന്നാമിനുങ്ങ് പോലെ ഈ വെച്ചിരിക്കുന്ന പടത്തിന്റെ അവിടെ നിന്നൊക്കെ പലതും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ ഭഗവാന്റെ നിറം? ബ്രഹ്മത്തിന്റെ ആദിത്യമാണ്, പ്രകാശമാണ്. അപ്പൊ ഒരു ഇച്ഛാശക്തി ജ്ഞാനശക്തി ഉണ്ടെങ്കിൽ ക്രിയാശക്തിയാണ് പ്രകൃതി. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. ഞാൻ പ്രകാശമാണെന്ന് ഇത് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്നു. ബ്രഹ്മം പ്രകാശമാണ്, ആത്മപ്രകാശമാണ്. ആ പ്രകാശമാണ്. ഇവരെല്ലാം പ്രകാശാത്മാക്കളാണ്. സിദ്ധന്മാരും അയ്യപ്പൻ പോലും മകരജ്യോതി തെളിയുന്നെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കി. അയ്യപ്പനാ വരുന്നത്. ഒരു വലിയ പ്രകാശം നമ്മുടെ കണ്ണിന് കിട്ടത്തില്ല, ഈ നേക്കഡ് ഐക്ക് കിട്ടത്തില്ല. അത് തേർഡ് ഐക്കേ കിട്ടത്തുള്ളൂ. തേർഡ് ഐക്ക് എനിക്ക് കിട്ടി. അപ്പം നാഹം പ്രകാശ സർവസ്യ. വെളുപ്പാങ്കാലത്ത് എനിക്കിങ്ങനെ മിന്നാമിനുങ്ങ് പോലെ ഈ വെച്ചിരിക്കുന്ന പടത്തിന്റെ അവിടെ നിന്നൊക്കെ പലതും ഇറങ്ങിപ്പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ നാഹം പ്രകാശ സർവസ്യ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. യോഗമായ സമാവൃതം. യോഗമായോണ്ട് ഞാനൊരു സ്ക്രീൻ ഇട്ടിരിക്കാം നിനക്ക്, ഇത് നിനക്ക് പെട്ടെന്ന് പിടികിട്ടാതിരിക്കാനായിട്ട്. പിന്നെ കണ്ടതെല്ലാം എനിക്ക് അങ്ങോട്ട് കിട്ടി. 8-ാം അധ്യായം. ഓം ഇത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാം അനുസ്മരൻ അണോരണീയസ അനുസ്മര്യത സർവസ്യമാധാര അചിന്ത്യരൂപ ആദിത്യവർണ്ണം തമസാമരസാത്. അപ്പൊ എന്താ ഭഗവാന്റെ നിറം? ബ്രഹ്മത്തിന്റെ ആദിത്യമാണ്, പ്രകാശമാണ്. അപ്പൊ പ്രകാശമാണ് സൃഷ്ടിയുടെ മൂലഘടമെന്ന് എനിക്ക് പിടികിട്ടി. ഇത് ഇത്രയും കാലം ഞാൻ തപസ്സനുഷ്ഠിച്ചിട്ട് ഇപ്പോഴാണ് ഗുരുനാഥനല്ലേ ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന ആൾ വേറെയല്ല. അല്ലെങ്കിൽ യൂണിവേഴ്സൽ മൈൻഡിൽ നിന്ന് എനിക്കിത് പ്രോംപ്റ്റ് ചെയ്ത് കിട്ടേണ്ട ഒരു കാര്യമില്ല. ആരുമില്ല, റീസണബിൾ അല്ല, അതിനകത്തൊരു പർപ്പസ് ഇല്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല, മെഡിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. അപ്പം ഇത് സംഭവം അങ്ങോട്ട് പോയി ഓങ്കാരം വന്നു. ഓങ്കാരത്തിൻ്റെ അവസ്ഥകൾ പിടികിട്ടി, ആ ഓരോ ലോകങ്ങൾ കിട്ടി. അപ്പം സത്യലോകം വരെ ഉള്ള വോയിസിന് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവിൻ്റെ ലോകത്ത് വരെ എത്തിച്ചേരുന്നവനെ സിദ്ധനാകത്തുള്ളൂ. ആ ബ്രഹ്മാവിൻ്റെ ലോകത്ത് ഈ സിദ്ധന്മാർ മുഴുവനും ഉണ്ടെന്ന് പിടികിട്ടിയപ്പോഴേ അവരുണ്ടല്ലോ. അപ്പോൾ ആ എലൈവാണല്ലോ. പിന്നെ ഇത് നമുക്കാണ് ഡിസ്റ്റൻസ് തോന്നുന്നത്. ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് എന്തോ ഒരു സംഭവമാണ്. ഭഗവാൻ പറഞ്ഞല്ലോ എനിക്കിതെല്ലാം ഉപസംഹരിക്കാൻ കഴിയും ബ്രഹ്മാവേ, ഒള്ളി ഐ റിമെയിൻ. ഈ കാണിക്കുന്ന ഞാൻ. അപ്പം ഇതെന്തുകൊണ്ട് ഇതുണ്ടാക്കുന്നു? ദൈവത്തെ ആരുണ്ടാക്കുന്നില്ല. ലോകങ്ങൾ എന്താ? ഭഗവാന്റെ ഡിസയറാണ് തന്നെ പലതായിട്ട് കാണാൻ. ഡിസയർ ഓഫ് ദി കോൺഷ്യസ്നസ് എന്നാണ്, സൂപ്പർ കോൺഷ്യസ്നസ്. അതിന് തന്നെ പലതായിട്ട് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ്. അപ്പം സന്തോഷം കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രകാശത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ 3-ാം അധ്യായം കിട്ടി. ആ പ്രകാശത്തിലെ മഹത്തത്വം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പലാണ്. അത് വാസുദേവൻ എന്ന് പറയുന്നു. അപ്പം ശംഖചക്രഗത എന്ന് പറയുന്ന 4 കൺസെപ്റ്റായിട്ട് പറയുന്നു. ഇതെല്ലാം എനിക്ക് ഭാഗവതിൽ നിന്ന് റിവീൽഡാക്കി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു പല മൂർത്തികളെ പൂജിക്കുന്നത് എങ്ങനെയാണ്. അതും ഭഗവത്ഗീതയിൽ നിന്ന് ഉത്തരം കിട്ടി. അതായത് മൂർത്തികളിൽ ഞാൻ തന്നെയാണ്. മൂർത്തി പൂജ ചെയ്യുന്നവന് ഞാൻ നിഷ്ഠ കൊടുക്കും. ഈ പ്രപഞ്ചം മുഴുവൻ എനർജിയാണ്. ഓരോ മൂർത്തികളും എനർജി. ആര് ചാത്തൻ എന്ന് പറഞ്ഞ കളിയാക്കണ്ട, അല്ലെ ഈശ്വര അള്ളാ തേരേ നാം സബ്കോ സന്മതിത്തേ ഭഗവാൻ. ഇതെല്ലാം എനർജിയാണ്, ഭഗവാന്റെ പ്രൊജക്ഷനാണ്. പക്ഷേ ഇതിനകത്തൊരു ഫേക്ക് അഡ്മിനിസ്ട്രേറ്ററാണ് മായ. അപ്പോൾ പറയുന്നുണ്ട് ഭഗവാനെ എൻ്റെ സാന്നിധ്യത്തിലേ ഇത് നടക്കത്തുള്ളൂ, അല്ലാതെ മഹാമായ തന്നെ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അതാണ് പ്രകൃതി പുരുഷന്മാരുടെ യോജിപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇച്ഛാശക്തി ജ്ഞാനശക്തി ഉണ്ടെങ്കിൽ ക്രിയാശക്തിയാണ് പ്രകൃതി. അപ്പോൾ എല്ലാം പിടികിട്ടിയല്ലോ നമുക്ക്. വീട്ടിലെ സ്ത്രീ ഉൾപ്പെടെ ശ്രീപാർവതി വരെ ക്രിയാശക്തിയാന്ന് പിടികിട്ടി, ഭഗവത്ഗീതയിലുണ്ട്. അപ്പം അത് എൻ്റെ ഈ മൂർത്തി പൂജ ചെയ്യുന്നവന് ഞാൻ അതിൽ നിഷ്ഠ കൊടുക്കും. ഇപ്പം വിഗ്രഹാരാധന തെറ്റാണെന്ന് പറയേണ്ട, വേറെ ആരാധന തെറ്റാണ്. എന്തിന്? ഞാൻ തന്നെയാണ് വലിയ മുതലാളി, ഞാൻ തന്നെയാണ് ഇവർക്ക് അനുഗ്രഹം കൊടുക്കുന്നത്. ബ്ലെസ്സിങ്സ് എന്നിൽ നിന്നാണ് വരുന്നത്. എന്നാൽ പിന്നെ ഇതുപോലെ അല്ല, ഇതുകൊണ്ട് ഫലമില്ല. എന്നെ ഭജിക്കുന്നവൻ മാത്രം നിത്യത അടയും, ബാക്കിയൊക്കെ ടെമ്പററിയാണ്, നശ്വരതയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത. 6-7 ഒക്കെ കൃത്യമായിട്ട് അങ്ങ് റിവീൽഡായി എഴുതി. പിന്നെ ഓങ്കാരമാണ് ബ്രഹ്മനാദം, സൃഷ്ടിയുടെ ആദി ശബ്ദം എന്ന് പറയുന്ന ഓങ്കാരമാണ്. ഇത് ബ്രഹ്മഹൃദയത്തിൽ നിന്ന്, ബ്രഹ്മഹൃദയത്തിൽ നിന്നല്ല, ബ്രഹ്മാവിൻ്റെ. ബ്രഹ്മെന്നും ബ്രഹ്മമെന്നും രണ്ടും രണ്ടാണ്. ബ്രഹ്മൻ എന്ന് പറയുന്ന ബ്രഹ്മാവാണ്, പരബ്രഹ്മം എന്ന് പറയുന്ന വലിയ ശക്തിയാണ്, വലിയാണ്. അപ്പം പരബ്രഹ്മത്തിൻ്റെ ഇച്ഛയാണ് ഒരു എനർജി ഇങ്ങോട്ട് വന്നു.
ആ എനർജി നിഷ്ക്രിയമായിട്ട് നിന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൺസെന്റ്, അത് ഭഗവത്ഗീത പറയുന്നത്, എൻ്റെ സാന്നിധ്യത്തിലെ സൃഷ്ടിക്കാനൊക്കത്തുള്ളൂ. അപ്പം പ്രകൃതിയെ കണ്ണെങ്കിൽ ഞാൻ ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ. ഇത് വലിയ തത്വമാണ്, എനിക്കിങ്ങനെ ഇരുന്ന് പറയാം. പക്ഷേ ഒരു 1000 ആണ്ടുകളുടെ തപസ് കൊണ്ട് നമ്മൾ തലയിൽ ഉറയ്ക്കത്തുള്ളൂ ഇത്. എങ്കിലും സംഭവം ഇതാ. അപ്പം ഇത് സൃഷ്ടിച്ചപ്പോൾ അതിന് പിന്നെ ഘടകങ്ങൾ ഇങ്ങോട്ട് വന്നു. ഈ പ്രകാശം അവിടെ ഒരു വാസുദേവൻ എന്ന് പറയുന്നുണ്ട്, അതിന് മഹത്തത്വം എന്ന് പറയുന്നുണ്ട്, അതിന് ശംഖചക്രഗത തത്വങ്ങൾ വന്നു. വായുതത്വം, അഗ്നിതത്വം, ജലതത്വം, ഭൂമിതത്വം, ആകാശതത്വം കൺസെപ്റ്റാണ്, അങ്ങനെയൊന്നുമില്ല. അതിൽ അഹങ്കാരം, ഈഗോ വന്നു. ആ ഈഗോ അപ്പം പിന്നെ ഞാൻ ഇത് കണ്ടല്ലോ, ഫോർമേഷൻ ഓഫ് എനർജി കിട്ടി, ഫോർമേഷൻ ഓഫ് യൂണിവേഴ്സ് കിട്ടി, അതെല്ലാം എഴുതി വന്നപ്പോഴത്തേക്ക് എന്താ, ഒക്ടോബർ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ 5 മാസം കൊണ്ടാണ് അതെഴുതിയത്. ഈ പുസ്തകം 10 വരി കിട്ടും. അത് ഉടനെ ഞാനൊരു DTP സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്ത് DTP ആക്കും. പല കടലാസിൽ പോകരുതല്ലോ. സംഭവം എനിക്ക് പിടികിട്ടി. സംഭവം ഏറ്റവും വാല്യബിള, ഒരുത്തർക്കും കിട്ടാൻ പോണില്ലെന്നും പിടികിട്ടി. കാര്യം ഒന്നാമത് നമുക്ക് ഈഗോലെസ് ആയിരിക്കണം, രണ്ടാമത് നമുക്ക് ഗുരു വേണം, മൂന്നാമത് ഭാഗവതം പഠിച്ചിരിക്കണം, നാലാമത് നമ്മൾ അതിന് പ്രാപ്തമാകണം. നമ്മുടെ ഭക്തി കൊണ്ടല്ല, നമ്മുടെ ആ കോൺഷ്യസ്നസിൻ്റെ വിപുലമാകണം. ലോകത്തോളം വളരുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ യൂണിവേഴ്സിനോട് വളരണം. അവിടെ നമുക്ക് ജനനമോ മരണമോ ദേശകാല ആ 3 റിലത്തിനും അപ്പുറം പോകണം നമ്മൾ. അപ്പം ഞാനങ്ങനെ പോയതുകൊണ്ടല്ലേ അവിടെ പ്രയാഗ്രാജിൽ പോയപ്പോൾ എൻ്റെ എല്ലാം വിട്ടുപോയില്ലേ. ഞാൻ എവിടെയാണെന്നാണെന്നൊന്നും എനിക്കൊരു കുഴപ്പമില്ലാത്ത ദൈവം കണ്ടു, അല്ലെങ്കിൽ യൂണിവേഴ്സ് കണ്ടു. ഇന്നടത്തെ ഇന്നാരാണെന്ന് എനിക്ക് ഐഡൻറ്റിറ്റി ഇല്ല, ഞാൻ മരിക്കുകയാണെന്നും എനിക്ക് പേടിയില്ല. അപ്പം ഞാൻ ഈ റിലം വിട്ടതിൻ്റെ അവിടെ പോയതിൻ്റെ എഫക്റ്റാണ്, ആ കർമ്മത്തിന് ഞാൻ കുളിച്ചതിൻ്റെ അല്ല, എൻ്റെ മാനസികാവസ്ഥയുടെ എഫക്റ്റാണ് എനിക്കിത് റിവീൽഡ് ആക്കി തന്നു, എക്സ്പോസ് ചെയ്ത് തന്നു. അതുവരെ ഞാൻ ജപിച്ചിട്ടും തപിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, അങ്ങനെ കിട്ടത്തില്ല. അപ്പം നമ്മൾ ആ യൂണിവേഴ്സിൻ മൈൻഡിലേക്ക് നമ്മുടെ മൈൻഡ് ടച്ച് ചെയ്തു, എനിക്ക് ബോധം വന്നു. ഞാൻ ആ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് എനിക്ക് ടച്ച് കിട്ടിയില്ലല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന ആരായത്, ശ്രുതി സ്മൃതി എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ റിട്ടേൺ ഓഫ് എനർജി എന്ന് പിന്നെ ഞാൻ കൊടുത്തിട്ട് സെക്കൻഡ് പാർട്ട് ഇത് കിട്ടിയല്ലേ, ഫോർമേഷൻ ഉണ്ടായി. അപ്പം അതിനകത്ത് അഹങ്കാരം, ഈഗോ വരണം. ഈഗോ ഇല്ലാതെ സൃഷ്ടി നടക്കത്തില്ല. ബ്രഹ്മത്തിന് ഈഗോ വന്നു. എനിക്കൊന്ന് എന്നെ തന്നെ കാണണമെന്ന് മഹാപ്രപഞ്ചത്തിലേക്ക് തോന്നിയല്ലോ, അത് യൂണിവേഴ്സിന് ആ കോൺഷ്യസ്നെസ് തോന്നിയല്ലോ, പരബ്രഹ്മ എന്ന് പറയാം, സൂപ്പർ കോൺഷ്യസ്നെസ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് അതിന് 3 തരം ഈഗോ വന്നു. ഒന്ന് സാത്വികാഹങ്കാരം, ഒന്ന് രാജസഹങ്കാരം, ഒന്ന് താമസഹങ്കാരം. അതിൽ സാത്യാഹങ്കാരത്തിൽ നിന്നാണ് മൈൻഡിൻ്റെ ഉൽപ്പത്തി ഞാൻ കണ്ടുപിടിച്ചു. സാത്യമായ അഹങ്കാരത്തിൽ നിന്ന്, സാത്യമായ ഈഗോയിൽ നിന്നാണ് മൈൻഡ് ഉണ്ടായത്. ആ സാത്യമായ ഈഗോയിലെങ്കിലും നമ്മൾ എത്തിയെങ്കിലേ മോക്ഷം കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെ പോകുന്നില്ലല്ലോ. ആ റിലത്തിൽ ആ സൂപ്പർ, അതായത് ബ്രഹ്മാവിൻ്റെ ലോകവും കഴിഞ്ഞിട്ട് നമ്മൾ പറയുമല്ലോ തമോ ഗർത്തമുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ടെന്നൊക്കെ ഒത്തിരി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രകാശത്തിൻ്റെ ലോകത്ത്, അത് ബ്രഹ്മലോകത്ത് സത്യലോകത്ത് വരെ എത്തണമെങ്കിൽ സത്യമായിരിക്കുന്ന മനസ്സായിരിക്കണം. രജോ ഗുണം തമോ ഗുണമുള്ള മനസ്സുകൊണ്ട് കിട്ടത്തില്ല. ഈഗോ ഉണ്ടെങ്കിൽ അവിടെ എത്താനൊക്കത്തില്ല. ആ സാത്യമായ മനസ്സിന് പൊല്യൂട്ടഡായി വരുക നമ്മൾ ഭൂമിയിലേക്ക്, താഴ്ന്ന റിലങ്ങളിൽ വാക്കുകളും മോശമായി വരുക, നമ്മൾ ചൈതന്യമില്ല. അപ്പം ചൈതന്യമുള്ള വാക്കുകളൊക്കെ മുകളിലാണ്. അതാണ് ഈ ഗ്രന്ഥങ്ങൾ. പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കിലിറ്റി എന്ന് പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, BSc പഠിക്കുമ്പോൾ. അപ്പോൾ ട്രാങ്കിലിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത്. സ്പോണ്ടേനിയസ് ആണ്, പവർഫുൾ ഫീലിങ്സ് ആണ്. ഭൂമിയിലെത്തുന്ന നമുക്ക് ഇന്നത്തെ ജീവിതത്തിന് അല്ലെങ്കിൽ ഭൗതികമായ ചിന്തകളാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കി, എന്നെയാണ് പണ്ഡിതന്മാർ, ഈ വാക്കസർത്തൊന്നും കണ്ട് കാര്യമില്ല. ദൈവത്തെ നമ്മൾ അറിയണമെങ്കിൽ ദൈവം, യൂണിവേഴ്സ് നമ്മളെ ടച്ച് ചെയ്യണം, നമ്മൾ ടച്ച് ചെയ്യണം. അതൊരു ആനന്ദാവസ്ഥയാണ്. നമുക്ക് സമാധിയൊന്നും അല്ല, അതിനെ അങ്ങനെ പറയാനൊക്കത്തില്ല. കൊളംബസ് അമേരിക്ക കണ്ട പോലെ നമ്മളൊന്ന് കണ്ടുപിടിച്ച് കഴിയും, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സൽ മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ വരണമെങ്കിൽ ഗുരു വേണം. മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഗുരു വേണം. പിന്നെ ഈ വ്യാസഭഗവാനാണല്ലോ ഈ ഇത് എഴുതിയത്. ഇപ്പം ഭഗവത്ഗീത മഹാഭാരതത്തിൻ്റെതാണ്. ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു എന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷേ വേറെ എഴുതിയത് വേദവ്യാസ ഭഗവാൻ എഴുതിയത്, അതാരും പറയുന്നില്ല. അപ്പോൾ വ്യാസോച്ചിഷ്ടം വ്യാസഭഗവാന്റെ അനുഗ്രഹം വേണം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം, എല്ലാവരുടെ അനുഗ്രഹം വേണം. ഈ ആൾ ആപ്റ്റാണ്, ഇത് മിസ്യൂസ് ചെയ്യത്തില്ല. ഇത് ലോകോപകാരമായിട്ട് തീരേണ്ട ഒരു മസ്റ്റാണിതെന്ന് പറയണം, ഒരു എസൻഷ്യലാണ്. അതായത് മുട്ടുവിൻ തറക്കപ്പെടുമെന്ന് പറയണം ഏത് കാര്യവും. ഇനിയിപ്പോൾ ഇത് മാത്രമല്ല,
എനിക്കിങ്ങനെ മരണാനന്തരം ഉണ്ടോ സൂക്ഷ്മ ലോകം അറിയണമെന്നല്ലേ എൻ്റെ ചിന്ത. അപ്പം അതിനാണ് അവസാനം ഈ 78-ാം കാലത്ത് പോയത് പ്രയാഗ്രാജിലേക്ക്. ഇനി അവിടെ ഒരു പുതിയ ദൈവം ഉണ്ടെങ്കിൽ കണ്ടോളി. അപ്പോൾ ആ സ്ട്രോങ് വില്ലാണ് നമ്മുടെ. ആ വില്ല് അംഗീകരിച്ച് തരാൻ പ്രകൃതിക്ക് പറ്റത്തില്ല. അവിടെ കളങ്കമില്ല, കലർപ്പില്ല, ഒന്നുമില്ല. ദൈവമാകുക നമ്മളവിടെ, ഒരു കുട്ടി ദൈവമാകുക. അപ്പോൾ അത് മുഴുവനും എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് റിട്ടേൺ ഓഫ് എനർജി എന്ന് എഴുതി. അപ്പോൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഈ പുരാണത്തിലെ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ആരും നോക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളോ മെഡിസിനൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി 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 എന്ന് പറയും. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു ഭാഷ വേണമല്ലോ. ഒരു ആടിൻ്റെ ഭാഷ, കുറുക്കന് കുറുക്കൻ്റെ ഭാഷ, പക്ഷിക്ക് പക്ഷിയുടെ ഭാഷ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മാസ്റ്റർമാർ, എൻ്റെ ഗുരുനാഥൻ ഉൾപ്പെടെ 18 സിദ്ധന്മാർ, അഗസ്തര്, ഭോഗറ്, തിരുമൂലര്, കമ്പറ്, ഇവരെല്ലാം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിലാണ്. ഈ സംസ്കൃതത്തിലായതുകൊണ്ടാണ് ഇതിപ്പോഴും കിട്ടാത്തത്. അത്രയ്ക്ക് ദിവ്യമായ ഗ്രന്ഥങ്ങളാണ്. ഭോഗർ 700 എന്ന് പറയുന്ന വൈദ്യമാണ്, തിരുമൂലരുടെ. ഇതെല്ലാം പ്രപഞ്ച രഹസ്യമാണ്. ഭാഗവതം അതിന് അങ്ങേപ്പുറമുള്ള സീക്രട്ട് ഓഫ് വേൾഡാണത്, സീക്രട്ടാണിത്. അപ്പോൾ ഇത് പാരായണക്കാർ ചതുർശ്ലോകിയൊക്കെ പറഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ടോടി യശോദ ഇങ്ങനെ ചെയ്തു അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഈ റൊമാൻസ് പറഞ്ഞിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ശാസ്ത്രം ഇന്നും മിസ്സായിരിക്കുക ഭാരതത്തിൽ, ലോകത്തിന്. ഇതൊരു ശാസ്ത്രജ്ഞ, സുഖശാസ്ത്രം എന്ന് ആദ്യമേ പറയുന്നുണ്ട്. സുഖമഹർഷി പറഞ്ഞ ശാസ്ത്രമാണിത്. മരണഭയത്തെ എങ്ങനെ അതിജീവിക്കാം, മരണം എന്താണെന്ന് അറിഞ്ഞാൽ മരണഭയത്തെ അതിജീവിക്കാം. ഇപ്പം എനിക്ക് പോകാൻ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു, എനിക്കിവിടെ രാഹുൽ ഇവിടെ ഉണ്ട്, എന്നെ പ്രതീക്ഷിച്ചിരിക്കും. അബാക് മീഡിയ ഉണ്ട്. അപ്പം എനിക്ക് എൻ്റെ മനസ്സിന് എനിക്ക് പോകാനുള്ള സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമല്ലേ. ഞാൻ ഏതെങ്കിലും വാഹനത്തിൽ വന്നാൽ ഞാൻ കൺസേൺ സ്ഥലത്തെത്തും. എനിക്കൊരാൾ ഇവിടെ എന്നെ കാത്തുന്നുണ്ട്, എനിക്ക് ഈ വേൾഡ് അറിയാം. അതുപോലെയാണ് നമുക്ക് വേറെ ലോകങ്ങളുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. വായവ ശരീരികളായിട്ടും പുണ്യപാപങ്ങൾ അനുസരിച്ചിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ഇവിടെ വ്യവസ്ഥയുണ്ട്. നേച്ചേഴ്സ് ലായെ വയലേറ്റ് ചെയ്യാൻ ഒരുവനും പറ്റത്തില്ല. നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുമോ നമ്മൾ ഇനി അടുത്ത ഏത് റിലത്തിലേക്കാണ് പോകുന്നതെന്ന്? അറിയാൻ പറ്റും. ലാസ്റ്റ് വാസന വലിയ വിഷയമാണ്. ഇത് ഒരു ഇന്റർവ്യൂ ഉണ്ട് അമ്മയ്ക്ക് പറയാൻ തരുന്നത്. അന്ധകാലേച്ച മാം ഏവൻ സ്മരൻ മുക്തിയ കളേബരം യ പ്രയാതി സമൽഭാവൻ നാത്രത്വ സംശയ എം എം ഭാവി സ്മരൻ ഭാവം തെജത്യന്തേ കളേബരം തം തമേവ ഇത കവന്തേയ തഥാ സത്ഭാവഭാവിത. അന്ത്യകാലത്ത് രാഹുലിൻ്റെ മനസ്സിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് വരുന്ന ചിന്ത, അതായിട്ടേ ഭവിക്കത്തുള്ളൂ. ഒരു കൗശലം, ഒരു യോഗിയുടെ എന്ന് പറയുന്ന അന്ത്യകാലത്ത് നമുക്കുണ്ടാകുന്ന ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ, വിഷ്ണു ലോകത്തെക്കുറിച്ചോ ചന്ദ്രലോകത്തെക്കുറിച്ചോ അതല്ല. നിനക്ക് തോന്നുക എനിക്കൊരു വലിയ പ്രസിദ്ധനായി തീരണം എഴുത്തുകാരൻ. ആ സ്ട്രോങ് വില്ലുണ്ടെങ്കിൽ ആ വില്ലോട് കൂടിയാണ് നമ്മുടെ മൈൻഡ്, സോളും കൂടെ ഈ പ്രാണനും കൂടെ അടുത്ത ബോഡി തീർത്തു കഴിഞ്ഞു. നമ്മൾ അടുത്ത ബോഡി ഇപ്പം തീർത്തോണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കണ്ടമാനമുള്ള ആളുകളെ, ഞാൻ പറയുന്നതല്ല സെലിബ്രിറ്റികളുടെ പടം വെച്ച് പൂജിക്കുക, രാഷ്ട്രീയക്കാരുടെ പടം വെച്ച് പൂജിക്കുക. അവരുടെ ലോകത്തെ ചെന്നെത്താനൊക്കത്തുള്ളൂ. ഒന്നും വെച്ച് പൂജിക്കരുത്. ഞാൻ എൻ്റെ ചിത്രമൊന്നും ആർക്കും കൊടുക്കത്തില്ല. ആരെങ്കിലും ഞാൻ പോകാൻ പോകുമ്പം ഇത് വെച്ച് ഇങ്ങോട്ട് വിളിച്ചെങ്കിലോ. ഇപ്പം നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അണോരണിയാൻ സാനുസ്മരേത. ഹിന്ദുമതം ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് വെറുതെയാ. ബഹുദൈവങ്ങൾ ബഹുദൈവ എനർജി. അണോരണിയൻ, ഞാൻ ഒരു അണുസിദ്ധാന്ത, അതായത് ആദ്യമായിട്ട് നാനോ തിയറി കൊണ്ടുവന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ. അണോരണിയൻ സാനുസ്മരേത. ഞാനൊരു തുള്ളി മതി, എന്നെ ആ അണുവിലുമാണ്. നീ എൻ്റെ ഒരു രൂപം നാഹൻ ജാനിയത്ത്, എൻ്റെ രൂപം നിനക്കറിയത്തില്ല. എനിക്ക് എല്ലാ ലോകത്തും പ്രകാശം. എനിക്ക് രൂപരഹിതമാണ്, ഞാൻ ഭാവരഹിതമാണ്. ഇത് കോസ്മിക്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് കോസ്മോസ്, ഈ കാണുന്നത് യൂണിവേഴ്സ്. ഈ കോൺഷ്യസ്നെസ്സിന് രൂപമില്ല. ഇപ്പം എനർജി, ഞാൻ പറയാം, എനർജി ഇപ്പം ഈ ലൈറ്റിന് എന്തെങ്കിലും രൂപമുണ്ടോ? നമ്മൾ ഏതിലേക്കെങ്കിലും കയറ്റുമ്പോൾ ഒരു രൂപം വന്നില്ലേ? പക്ഷെ ഈ ലൈറ്റ് അപകടകാരിയല്ലേ? പക്ഷേ നമ്മുടെ ഭഗവാന്റെ ലൈറ്റ് അത് ബോധമാണ്. ബോധത്തിന്, ഈ പ്രകാശത്തിന് ബോധമുണ്ട്, അവയർനെസ് ഉണ്ട് അതിന്. അത് രണ്ട്, ഈ കാണുന്ന മനുഷ്യന്റെ ഈ എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിക്കും മറ്റേതും തമ്മിൽ രണ്ടും പ്രകാശമാണ്. പക്ഷെ മറ്റേത് ബോധമുണ്ട്. ആ ബോധമുള്ളതുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്. നമ്മളൊരു ദൈവമേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആ ബോധത്തിൽ എത്തിച്ചേർന്ന അനുഗ്രഹം കിട്ടും, ബ്ലെസ്സിങ്സ് കിട്ടും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. വലിയ വിഷയമാണിത്. പഠിച്ചെടുത്താൽ ഒരിക്കലും നമ്മൾ ആരും താഴേക്ക് പോകത്തില്ല. ഏത് ലോകത്ത് വേണേലും പോകാം. ഇപ്പോൾ ഒരു ലോകത്ത് നമുക്കിനിപ്പോൾ ഒരു ജന്മം കൂടെ വേണമെങ്കിൽ നമുക്കൊരു ജന്മം എടുക്കാം. അവസാന സമയം എന്താണ് നിൻ്റെ ഫീലിങ്സ്, എന്താണ് നിൻ്റെ ടാലൻറ്റ്? നമ്മൾ ഈ വന്നിരിക്കുന്ന എല്ലാം കഴിഞ്ഞ ജന്മം കൊണ്ടുവന്ന ഓരോ വാസനകളും ടാലൻറ്റുമായിട്ടാണ്. ചില 3 വയസ്സിൽ പ്രസംഗിക്കുന്നില്ലേ ചില പിള്ളേരെ? ചില പിള്ളേർ പെട്ടെന്ന് തന്നെ പ്രസിദ്ധരാകുന്നില്ലേ? അവർ കഴിഞ്ഞ ജന്മം പാടി കൊതി തീർന്നില്ല, അടുത്ത ജന്മം പാടാൻ വന്നിരിക്കുക.